ഹലോ! ദ എൽ ക്ലാസിക്കോ അല്ലെങ്കിൽ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കളി എന്ന് വിശേഷിപ്പിക്കുന്ന എൽ ക്ലാസിക്കോ നടക്കാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്തായിരിക്കും? നിങ്ങൾ മാഡ്രിഡിനെയാണോ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? അതല്ല ബാഴ്സലോണയാണോ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? അതായത് ആർക്കാണ് വീക്ക് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത്? ആരായിരിക്കും ഈ കളിയിൽ ജയിക്കുക? ആരായിരിക്കും തോക്കുന്നത്? ആരായിരിക്കും സ്കോർ ചെയ്യുന്നത്? ഇതെല്ലാം നമുക്ക് നോക്കാം. ഇപ്പം ഈ ഞായറാഴ്ച ബെർണബൗ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. എന്തായാലും ഈ കളിയിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ എല്ലാ ഫ്ലെയറുകളും ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഇത്തവണ സ്ക്രിപ്റ്റ് വളരെ മാറ്റങ്ങളോടെയാണ് ഉണ്ടാവുക. ആസ് യൂഷ്വൽ ആ അടിയും പിടിയും ുള്ള ഫൗളും ഇങ്ങോട്ടുള്ള ഫൗളും മഞ്ഞക്കാർഡും റെഡ് കാർഡും എല്ലാം ഉണ്ടാവും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കളിയുടെ മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയുമായിട്ട് രണ്ട് ടീമും തമ്മിൽ ഓൾറെഡി ചെറിയ കശപിശയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്തവണത്തെ സ്ക്രിപ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു ഗെയിമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അപ്പൊ എന്തായാലും ഇത്തവണത്തെ പ്ലേയിങ് 11 തന്നെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാണാനുണ്ടാവുക. അതുപോലെ തന്നെയായിരിക്കും റെഫറി എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് മറ്റു കാരണം. കാരണം മാഡ്രിഡ് ആണ്, നമുക്കറിയാം റെഫറി എത്രത്തോളം മാഡ്രിഡിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ മാഡ്രിഡിന് വേണ്ടിയുള്ള പെനാൽറ്റീസും ഡിസിഷൻസും എടുക്കുന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഫറി എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതുപോലെ തന്നെ ഓഡിയൻസ് ആണ്, ബെർണബേൽ ഓഡിയൻസ് ആണ്. ബാഴ്സലോണയ്ക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും. എന്നിരുന്നാലും ബാഴ്സലോണയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ മാഡ്രിഡിലാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതും മാഡ്രിഡിനെ തോൽപ്പിച്ചിട്ടുള്ളതും. അതും ഒരു ഗോളിനും രണ്ട് ഗോളിനും അല്ല, 4, 5 അങ്ങനെയൊക്കെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഴ്സലോണയ്ക്ക് ആ ഒരു കളി ആ ഒരു ബെർണബേവിൽ വെച്ചിട്ട് മാഡ്രിഡിലെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്രധാന 3 ഏരിയയിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ ഹോം ടീമായിട്ടുള്ള മാഡ്രിഡിനെ നോക്കുകയാണെങ്കിൽ മാഡ്രിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടീമാണ്. മാഡ്രിഡിന് ഇപ്പൊ എംബപ്പെ ഉള്ളത്. ഒരു എംബപ്പെ ടീമായിട്ട് മാഡ്രിഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എംബപ്പെ ഗോൾ അടിച്ചില്ലെങ്കിൽ മാഡ്രിഡിന്റെ ഗോള് ഒരു 1/4 ആയിട്ട്, അതുപോലെ തന്നെ എംബപ്പെ ഗോൾ അടിക്കാത്തപ്പോൾ മാഡ്രിഡിന്റെ തോൽക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ട്. അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് മാഡ്രിഡ് മാറിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ അറ്റാക്ക് തന്നെയാണ് മാഡ്രിഡിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മിഡ്ഫീൽഡും ഡിഫൻസും അത്ര പോരാ. ഡിഫൻസിലാണെങ്കിൽ ഇഞ്ചുറി കുറെ പേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11ൽ ആര് കളിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം മെയിനായിട്ട് അറ്റാക്ക് തന്നെയാണുള്ളത്. എംബപ്പെ, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗം, ഈ 3 പേരും തന്നെയാണ് കളിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഈ 3 പേര് നന്നായിട്ട് കളിച്ചാൽ തന്നെ ബാഴ്സലോണയ്ക്ക് തോൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ മാഡ്രിഡിന്റെ അറ്റാക്ക് ആയിരിക്കും ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ബാഴ്സലോണയിലോട്ട് വന്ന് നോക്കും. ബാഴ്സലോണയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ ആ മിഡ്ഫീൽഡ് തന്നെയാണ്. ഡിഫൻസ് വളരെ മോശമാണ്. ബാഴ്സലോണ ഹൈലൈൻ കളിക്കുന്നതാണ്. അപ്പോൾ ഹൈലൈനിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഇനീഗോ മാർട്ടിനസ് വന്ന്. അപ്പൊ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാഴ്സലോണയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഇൻ ഡിഫൻസ് അത് വളരെ ബാഡ് ആയിട്ടുണ്ട്. ഈ ലോങ് ബോൾസും അതുപോലെ തന്നെ ഹൈ ബോൾസും എല്ലാം കൊടുത്തിട്ട് ബാഴ്സലോണയ്ക്ക് കൗണ്ടർ അറ്റാക്ക് വഴി ഒരുപാട് ഗോളുകൾ ബാഴ്സലോണ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ബാഴ്സലോണ ഡിഫൻസ് വളരെ മോശമാണ്. ഉബാർസി ഒഴിച്ച് ബാക്കി എല്ലാ ഡിഫൻസും വളരെ മോശമായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഴ്സലോണയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ്. ഇഞ്ചുറീസ് ഒരുപാടുണ്ട്. ലെവൻഡോസ്കി ഇല്ല, റഫീഞ്ഞ കളിക്കുന്നില്ല, അതുപോലെ തന്നെ ഡാനി ഓൾമോ ഇല്ല, പിന്നെ ജോൺ ഗാർസിയ ഗോൾ കീപ്പർ തീർച്ചയായിട്ടും ഇല്ല. നല്ല ഫോമിലായിരുന്നു ആള്, പക്ഷെ അദ്ദേഹവും ഇല്ല. ഇപ്പൊ അറ്റാക്കിൽ ഇപ്പൊ മിക്കവാറും ഉണ്ടാകും ലമീൻ യമാൽ ഉണ്ടാവും, ഫെറൻ ടോറസ് ഉണ്ടാവും, റാഷ്ഫോർഡ് ഉണ്ടാവും. റാഷ്ഫോർഡ് ഒരു എന്താ പറയാ, ഈസ് നോട്ട് എ ഗെയിം ചേഞ്ച്. എനിവേ വിൽ സി. പിന്നെ എനിക്ക് ആകെ ഒരു പ്രതീക്ഷയുള്ളത് പെഡ്രിയും ഫെർമീൻ ലോപ്പസും ആണത്. ഫെർമീൻ ലോപ്പസ് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാഴ്സലോണയ്ക്ക് കുറെ ഗോളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബാഴ്സലോണയ്ക്ക് ഒരു വീക്ക് പോയിന്റ്സ് കുറച്ച് കൂടുതലാണ്, പ്രശ്നങ്ങളും ഇഞ്ചുറീസും കൂടുതലാണ്. ഇറ്റ് വിൽ ബി എ ടാക്ടിക്കൽ ഗെയിം. എന്തായിരിക്കും സ്ട്രാറ്റജി, രണ്ട് കോച്ചുകളും എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക, പ്ലേയേഴ്സിനെ എങ്ങനെ ഇരുത്തും എന്നെല്ലാം നമുക്ക് നോക്കാം. ബാഴ്സലോണ വളരെ ഹൈലൈൻ ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ സീസൺ മുതലേ ബാഴ്സലോണ ഹൈലൈൻ ആണ് കളിക്കുന്നത്. അപ്പോൾ ഈ ഹൈലൈനിന് അതിന് വേണ്ട സ്പെസിഫിക് ഡിഫൻഡേഴ്സ് നമുക്ക് വേണം. അത് ഇനീഗോ മാർട്ടിനസ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടായിരുന്നു കുബാസിയുടെ കൂടെ കഴിഞ്ഞ സീസണിൽ. ഇത്തവണ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ബാഴ്സലോണ ഇത്തവണത്തെ ഹൈലൈൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നങ്ങളുണ്ട്. ഒരു ടീം ഒരേപോലെ കയറുന്നില്ല, ഒരേപോലെ ഇറങ്ങുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ മാഡ്രിഡിന് ഗോൾ അടിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഈ ഡിഫൻസ് പിന്നെ ഒരു വർഷമായല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടീമിനും ബാഴ്സലോണ എങ്ങനെയാണ് കളിക്കുന്നത്, എങ്ങനെ അറ്റാക്ക് ചെയ്യണം, ബാഴ്സലോണയുടെ ആ ഒരു ഡിഫൻസിനെ പൊളിക്കാൻ ഏതെല്ലാം രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയണം എന്നെല്ലാം ഇപ്പം എല്ലാ ടീമിനും അറിയാം. അവരൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം
ബാഴ്സലോണ നന്നായി കളിച്ചാൽ മാത്രമേ ബാഴ്സലോണയ്ക്ക് ഇത്തവണ സ്റ്റോപ്പ് സ്കോറിംഗ് ഫ്രം എംബപ്പെ. അപ്പം അതുകൊണ്ട് തന്നെ ബാഴ്സലോണ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടാക്ടിക്കലി ഇത്തവണയെങ്കിലും ഹൈലൈൻ ഒന്ന് കുറച്ചിട്ട് ഒരു കൈൻഡ് ഓഫ് കുറച്ചൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള ടാക്ടിക്സിൽ കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഫ്ലിക്ക് എങ്ങനെ തീരുമാനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മാച്ചിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്നത്. അതുപോലെ തന്നെ മാഡ്രിഡ് ഇനിയിപ്പോൾ എന്താണ് ഒന്നും കൂടെ മിഡ്ഫീൽഡ് സ്ട്രോങ് ആക്കുമോ, അതല്ല അവരുടെ അറ്റാക്കിനെ സ്ട്രോങ് ആക്കുമോ എന്നും കണ്ടറിയണം. ഇനി മാഡ്രിഡിൻ്റെ സൈഡിൽ വരികയാണെങ്കിൽ മാഡ്രിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡാണ്. ആ മിഡ്ഫീൽഡിൽ ആണ് ബാഴ്സലോണയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോൾ കൈവശം വെക്കലും കളി നിയന്ത്രിക്കലും. അപ്പോൾ ഈ മിഡ്ഫീൽഡിലായിരിക്കും മൊത്തമായിട്ടും ഗെയിം ഇരിക്കുന്നത്. ഈ മിഡ്ഫീൽഡ് ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും ഈ കളിയിലെ വിജയി എന്ന് 100% ഉറപ്പാണ്. കാരണം ഇപ്പം ബാഴ്സലോണ മിഡ്ഫീൽഡ് കൈയടക്കി കഴിഞ്ഞാൽ എംബപ്പേക്കും വിനിക്കും പ്രോപ്പറായിട്ട് ലോങ് ബോളോ ഒന്നും മര്യാദയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾ അടിക്കാനുള്ള ചാൻസ് മാഡ്രിഡിന് കുറയും. ഈവൻ ഹൈലൈൻ ആണെങ്കിൽ കൂടിയും എംബപ്പേക്ക് ഓടിയിട്ട് സ്കോർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിലെ മാഡ്രിഡിന് ആ കൺട്രോൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ചാബി അലോൺസോ ആരൊക്കെ ലൈനപ്പിൽ ഇരിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഒരു ടോപ്പ് 3 മിഡ്ഫീൽഡേഴ്സ് എന്തായാലും ഇന്ന് കളിയിൽ ഉണ്ടാകും, ഒരു കൺട്രോളിങ് ബിഹേവിയർ ആയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് സെഗ്മെന്റ് നമ്മൾ പറയുന്നത് പ്രഡിക്ഷൻ ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ ടാക്ടിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ ഇഞ്ചുറി, അതുപോലെ തന്നെ സിറ്റുവേഷൻ, പിന്നെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ്, ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ മാഡ്രിഡ് ജയിക്കാനാണ് ചാൻസ്. പിന്നെ കറണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഫോം ആണെങ്കിലും മാഡ്രിഡാണ് ഒന്നുകൂടെ ബെറ്റർ ഉള്ളത്. ഇഞ്ചുറി ആണെങ്കിൽ മാഡ്രിഡാണ് ബെറ്റർ ഉള്ളത്. പിന്നെ ഗോൾ സ്കോറിംഗ് ആണെങ്കിലും അതുപോലെ കളിയുടെ ടാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ ഹൈലൈൻ വേഴ്സസ് മാഡ്രിഡിൻ്റെ ആ ഒരു ഫോർവേഡുകളും കാര്യങ്ങളും നോക്കുമ്പോൾ, അറ്റാക്കിംഗ് എല്ലാം നോക്കുമ്പോൾ മാഡ്രിഡ് ഗോൾ അടിക്കാനാണ് ചാൻസ്. ബട്ട് അഗൈൻ വി ഡോണ്ട് നോ. കാരണം ഇത് എൽ ക്ലാസിക്കോയാണ്. എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എൽ ക്ലാസിക്കോക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ ഒരു ദിവസം ആ ഒരു വീറും വാശിയോടും കൂടിയും കളിക്കുന്ന രണ്ട് ടീമുകൾ. ബാഴ്സലോണ മോശമല്ലല്ലോ, ബാഴ്സലോണ നന്നായി കളിക്കുന്ന ടീമാണ്. ബാഴ്സലോണയ്ക്കും തന്നെ മിഡ്ഫീൽഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ മാച്ചിൽ എങ്ങനെ ഒരു ടീം കളിക്കണം, ആ ഒരു തൻ്റെ ഇടത്തോടെ, ആ ഒരു മികവോടെ, ആ ഒരു ബുദ്ധിയോടുകൂടി, സ്മാർട്ടോടു കൂടി കളിക്കണം എന്നുള്ളത് ബാഴ്സലോണയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ബാഴ്സലോണ പറയാൻ പറ്റില്ല ബാഴ്സലോണ എങ്ങനെ കളിക്കുന്നുള്ളത്. ഒരു പക്ഷേ ബാഴ്സലോണയായിരിക്കും കളി മൊത്തം നിയന്ത്രിച്ച് കളി ജയിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ മാഡ്രിഡ് ജയിക്കുമെന്നാണ്. അതും ഒരു 3-0, 3-1 എന്നുള്ള രീതിയിൽ മാഡ്രിഡ് ജയിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബാഴ്സലോണ അത്രയും സ്ട്രോങ് ആയിട്ടും അവരുടെ ബെസ്റ്റ് മികവ്, എല്ലാ മികവും പുറത്തെടുത്ത് കളിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ബാഴ്സലോണ ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബാഴ്സലോണയുടെ ആ ഡിഫൻസ് എങ്ങനെ കളിക്കുന്നോ അതുപോലെ ഇരിക്കും ബാഴ്സലോണയുടെ കളിയും തോൽവിയും എല്ലാം. അപ്പോൾ കാത്തിരുന്ന് കാണാം. നിങ്ങളെന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷനും സ്കോറും എല്ലാം കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ കളി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.